നമ്മൾ ഇന്ന് 20ാമത്തെ വീഡിയോയിലൂടെ 96 മുതൽ 101 വരെയുള്ള ശ്ലോകങ്ങളാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. ഈ വീഡിയോയിലും അടുത്തതിലും 6 വീതം ശ്ലോകങ്ങളുണ്ടാകും. 96ാം ശ്ലോകം. സനാൽ സനാതനതമ കപില കപിരപ്യയ സ്വസ്തിദ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിഭു സ്വസ്തി ദക്ഷിണ. സനാത് സനാതനതമ കപില കപി അപ്യയ സ്വസ്തിദ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിഭുക് സ്വസ്തി ദക്ഷിണ എന്നിങ്ങനെ 10 നാമങ്ങളാണ് ഇവിടെ. സനാത് സനാതനമെന്നാണ് ഇതിനർത്ഥം. എന്നെന്നും നിലനിൽക്കുന്നതാണ് ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്നു. സനാതനതമ ശാശ്വതനെന്ന് വീണ്ടും പറയുന്നു. കപില കപിലമുനി വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. കപിലം എന്നതിന് തവിടിൻ്റെ നിറമാണെന്നും വിഷ്ണുവിന് തവിടിൻ്റെ നിറമാണെന്നും അതുകൊണ്ട് കപിലൻ എന്ന് വിളിക്കാമെന്നും പറയുന്നു. കപി കം എന്നാൽ വെള്ളമെന്നും പി എന്നാൽ പിബതി കുടിക്കുക എന്നും അർത്ഥമുണ്ടത്രേ. രശ്മികളെ കൊണ്ട് വെള്ളം കുടിക്കുന്നവനെന്ന് അർത്ഥം വരുന്നതിനാൽ സൂര്യരൂപത്തിലാണ് വിഷ്ണു എന്നും പറയുന്നു. അപ്യയ കൽപ്പാന്തകാലത്ത് എല്ലാ ജഗത്തുകളെയും തന്നിൽ ലയിപ്പിക്കുന്നവനെന്ന് ഇതിന് അർത്ഥം പറയുന്നു. സ്വസ്തിത മംഗളം പ്രദാനം ചെയ്യുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. സ്വസ്തികൃത് മംഗളത്തെ ചെയ്യുന്നവൻ. സ്വസ്തി മംഗളമൂർത്തി. സ്വസ്തിഭുക് മംഗളത്തെ ഒരു ഇടതടവുമില്ലാതെ അനുഭവിപ്പിക്കുന്നവൻ എന്ന് അർത്ഥം പറയുന്നു. സ്വസ്തി ദക്ഷിണ മംഗളദാനത്തിൽ സമർത്ഥൻ എന്ന് പറയുന്നു. ഭക്തർക്ക് ഉടനടി മംഗളമരുളുന്നവൻ എന്ന് വിശേഷിപ്പിക്കാം. 97ാം ശ്ലോകം. അരൗദ്ര കുണ്ടലീ ചക്രീ വിക്രമ്യോർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര. 9 നാമങ്ങൾ ഇവിടെ വരുന്നു. അരൗദ്ര കുണ്ടലി ചക്രി വിക്രമി ഊർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര എന്നിവയാണ് 9 നാമങ്ങൾ. അരൗദ്ര രൗദ്രനല്ലാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. കാമം ക്രോധം ദോഷം മുതലായവയാണ് രൗദ്രമെന്ന് കാണുന്നു. അവ മനുഷ്യനെ നശിപ്പിക്കുമെന്നും പറയുന്നു. കുണ്ടലി കുണ്ടലങ്ങൾ ധരിച്ചവൻ, കമ്മലുകൾ എന്ന് പറയാം. മകരകുണ്ടലധാരി എന്നർത്ഥം. ആദിശേഷനെയും ഈ നാമം സൂചിപ്പിക്കുന്നു. മനുഷ്യ മനസ്സിനെയാണ് ഈ ആദിശേഷനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ചക്രി സുദർശന ചക്രം ധരിച്ചവൻ. വിക്രമി വിശിഷ്ടമായ പരാക്രമമുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഊർജിത ശാസന ഭഗവാൻ വിഷ്ണുവിൻ്റെ ശാസനം വളരെ കർശനമാണ്. അങ്ങനെ കർശനമായ ശാസനയോടുകൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ശബ്ദാധിക ശബ്ദത്തെ മറികടക്കുന്നവൻ, വാക്കുകൾ കൊണ്ട് ബന്ധിക്കുവാൻ കഴിയാത്തവനെന്ന് അർത്ഥം പറയുന്നു. ശബ്ദസഹ വേദശബ്ദങ്ങളെ സഹിക്കുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ശിശിര സംസാര ജീവിതത്തിൻ്റെ ചൂടിന് ആശ്വാസമരുളുന്ന കുളിരിൻ്റെ ഋതുവായ ശിശിരം. ശർവരീകര ശർവരി എന്നാൽ രാത്രി, രാത്രിയെ ഉണ്ടാക്കുന്നവനെന്നർത്ഥം. ശാന്തിയോടുകൂടിയ ഒരു രാത്രിയെ ഇവിടെ പരാമർശിക്കുന്നു. 98ാം ശ്ലോകം. അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വര വിദ്വത്തമോ വീതഭയ പുണ്യ ശ്രവണകീർത്തന. അക്രൂര പേശല ദക്ഷ ദക്ഷിണ ക്ഷമിണാംവര വിദ്വത്തമ വീതഭയ പുണ്യശ്രവണകീർത്തന എന്നിവയാണ് ഈ ശ്ലോകത്തിലെ 8 നാമങ്ങൾ. അക്രൂര ക്രൂരനല്ലാത്തവൻ, ദയാസിന്ധു എന്നാണ് പറയുന്നത്. പേശല കഠോരനല്ലാത്തവൻ, കർമ്മകുശലൻ, മൃദുലൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ദക്ഷ ജാഗരൂകതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ മിടുക്കൻ, സമർത്ഥൻ എന്നൊക്കെ പറയുന്നു. ദക്ഷിണ യോഗ്യൻ, നിപുണൻ, നിഷ്കപടൻ, ആർജവമുള്ളവൻ എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഈ നാമത്തിൽ കാണാം. ക്ഷമിണാംവര ക്ഷമിക്കുന്നവരിൽ ഉത്തമൻ എന്നാണ് ഇതിനർത്ഥം. വിദ്വത്തമ അത്യുത്തമമായ വിദ്വാൻ, എല്ലാ കാര്യങ്ങളിലും കിടയറ്റ വൈദഗ്ധ്യമുള്ളവനെന്ന് വിശേഷിപ്പിക്കുന്നു. വീതഭയ ഭക്തരുടെ ഭയത്തെ നശിപ്പിച്ച് മോക്ഷപ്രാപ്തിക്ക് പ്രാപ്തമാക്കുന്നവൻ എന്ന് പറയാം. പുണ്യശ്രവണ കീർത്തന ആരെക്കുറിച്ച് കീർത്തിക്കുന്നതും കേൾക്കുന്നതും പുണ്യമാണോ അവൻ എന്നാണ് ഇതിനർത്ഥം. 99ാം ശ്ലോകം. ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശന
വീരഃ രക്ഷണസന്തോ ജീവന പര്യവസ്ഥിത. 9 നാമങ്ങൾ ഇവിടെയുണ്ട്. ഉത്താരണ, ദുഷ്കൃതിഹ, പുണ്യ, ദുസ്വപ്നനാശന, വീരഃ, രക്ഷണ, സന്ത, ജീവന, പര്യവസ്ഥിത എന്നിവയാണ് 9 നാമങ്ങൾ. ഉത്താരണ, നമുക്ക് മേൽഗതി ഉണ്ടാക്കുന്നവനാരോ, നമ്മെ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവനാരോ അവൻ ഉത്താരണൻ. ദുഷ്കൃതിഹ, ദുർജനങ്ങളെ ഹനിക്കുന്നവനെന്നർത്ഥം. പുണ്യ, പാവനനാണ്, പവിത്രനാണെന്നും സുഹൃതികളെ പുണ്യത്തിലേക്ക് നയിക്കുന്നവനാണെന്നും ഒക്കെ അർത്ഥം പറയാം. ദുസ്വപ്നനാശന, ദുസ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് വിഷ്ണു. വിഷ്ണുവിനെ ധ്യാനിക്കുക, സ്മരിക്കുക, പൂജിക്കുക എന്നിവ ചെയ്യുന്നവരുടെ ദുസ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നു എന്നർത്ഥം. വീരഹ, വിവിധ തരത്തിലുള്ള ജന്മങ്ങൾ മൂലമുള്ള കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുന്നവൻ, ദുർമാർഗികളായ വീരന്മാരെ ഇല്ലാതാക്കുന്നവൻ എന്നൊക്കെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. രക്ഷണ, ലോകരക്ഷകനാണ്, പാലകനാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. സന്ത, സത്തുക്കൾ, സന്മാർഗവർത്തികൾ എന്നിവർ, അവരും ഭഗവാന്റെ വിഭൂതികളാണത്രേ. ജീവന, ജീവിപ്പിക്കുന്നവൻ, ജീവൻ നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം. പര്യവസ്ഥിത, ചുറ്റുപാടും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 100-ാം ശ്ലോകം. അനന്തരൂപോ നന്ദശ്രീർജിതമന്യുർഭയാപഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശ. 9 നാമങ്ങൾ ഇവിടെയുണ്ട്. അനന്തരൂപ, അനന്തശ്രീ, ജിതമന്യു, ഭയാപഹ, ചതുരശ്ര, ഗഭീരാത്മാ, വിദിശ, വ്യാദിശ, ദിശ എന്നിവയാണ് 9 നാമങ്ങൾ. അനന്തരൂപ, അവസാനമില്ലാത്ത രൂപങ്ങളോടുകൂടിയവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. അനന്തശ്രീ, അവസാനമില്ലാത്ത ശ്രീയോടുകൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ജിതമന്യു, മനുവിനെ, കോപത്തിനെ ജയിച്ചവൻ. ഭയാപഹ, സംസാരഭയത്തെ ഇല്ലാതാക്കുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ചതുരശ്ര, എല്ലായിടത്തേക്കും ഒരേപോലെ വ്യാപിച്ചു കിടക്കുന്നവൻ, കർമ്മമനുസരിച്ച് ഫലം നൽകുന്നവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഗഭീരാത്മാ, ഗഭീരമെന്നാൽ ആഴമുള്ളത് എന്നാണ് അർത്ഥം. അനാദിയും അനന്തവുമായ ആത്മാവിനോട് കൂടിയവനെന്ന് വിശേഷണം. വിദിശ, വിശേഷേണ കൊടുക്കുന്നവൻ, തൻ്റെ ശത്രുക്കളുടെ ഇച്ഛയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയുന്നു. വ്യാദിശ, വിശേഷേണ കൽപ്പന കൊടുക്കുന്നവൻ, ഇന്ദ്രാദികൾക്ക് യഥായോഗ്യം കൽപ്പന കൊടുക്കുന്നവനാണ് വിഷ്ണു. ദിശ, എല്ലാ ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നവൻ, കർമ്മികൾക്ക് അവരവരുടെ കർമാനുസൃതമായ ഫലം കൊടുക്കുന്നവൻ എന്നൊക്കെ അർത്ഥം കാണാം. 101-ാം ശ്ലോകം. അനാദിർഭൂർഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗദ ജനനോ ജനജന്മാതിർഭീമോ ഭീമപരാക്രമ. അനാദി, ഭൂർഭുവ, ലക്ഷ്മി, സുവീര, രുചിരാംഗത, ജനന, ജനജന്മാദി, ഭീമ, ഭീമപരാക്രമ എന്നിങ്ങനെ 9 നാമങ്ങൾ ഈ ശ്ലോകത്തിൽ കാണാം. അനാദി, ആദിയില്ലാത്തവൻ, സൃഷ്ടിക്ക് മൂലഹേതു എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂർഭുവ, എല്ലാ ഭൂതങ്ങളുടെയും ആധാരമായ ഭൂമിയുടെ ആധാരമായവൻ. ലക്ഷ്മി, ശ്രീസ്വരൂപനാണ് വിഷ്ണു എന്ന് പറയുന്നു. സുവീര, ശോഭനമായ ഗതികളുള്ളവൻ, നല്ല വീരന്മാരെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ എന്നൊക്കെ അർത്ഥം കാണാം. രുചിരാംഗത, ഭംഗിയുള്ള തോൾവളകൾ ധരിച്ചവനെന്ന് വിശേഷിപ്പിക്കുന്നു. ജനന, സംഹാരകാലത്ത് ജന്തുക്കളെ നശിപ്പിക്കുന്നവൻ. ജനജന്മാദി, ജനങ്ങളുടെ ജന്മത്തിന് ആദിഹേതു, ഉൽപ്പത്തിയുടെ മൂലകാരണം എന്നൊക്കെ പറയുന്നു. ഭീമ, വളരെ വലിയ ആകാരത്തോടു കൂടിയവനെന്ന് വിരാട് സ്വരൂപത്തെ ആസ്പദമാക്കി പറയുന്നു. ഭീമപരാക്രമ, മഹാപരാക്രമി അഥവാ പരാക്രമത്തിന് വിധേയരാകുന്നവരിൽ ഭയം ജനിപ്പിക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. ഇതോടെ നമ്മൾ 949 നാമങ്ങൾ കണ്ടുകഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ 6 ശ്ലോകങ്ങൾ ചൊല്ലാം. സനാൽ സനാതനതമ കപില കപിരപ്യയ സ്വസ്തിദ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തി ഭു സ്വസ്തി ദക്ഷിണ. അരൗദ്രകുണ്ടലീ ചക്രീ വിക്രമ്യൂർജിതശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര.
അക്രൂരപ്പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വര വിദ്വത്തമോ വീതഭയ പുണ്യ ശ്രവണകീർത്തന ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശന വീരഹ രക്ഷണസന്തോ ജീവന പര്യവസ്ഥിത അനന്തരൂപോ നന്ദശ്രീർജിതമന്യുർഭയാപഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാദിർഭൂർഭുവോ ലക്ഷ്മി സുവീരോ രുചിരാംഗത ജനനോ ജനജന്മാതിർഭീമോ ഭീമപരാക്രമ. ഇനിയുള്ള 6 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.